നിസ്കരിക്കുമ്പോ നമുക്ക് പല ചിന്തകള് കേറി വരാറുണ്ട്. മിക്കവാറും നിസ്കരിക്കാൻ പലർക്കും കൈ കെട്ടുമ്പോ ഉം. അത് നമ്മള് ഒന്ന് ശ്രദ്ധിക്കും. പക്ഷെ പിന്നും ചിന്തകൾ ഇങ്ങനെ കേറി വരാറുണ്ട് നിസ്കാരത്തില്, നിസ്കാരത്തില്. അതായത് നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത ഏകാഗ്രത കിട്ടുന്നില്ലാന്നാണ്. കിട്ടുന്നതിന്. നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടണമെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ട ഒന്നാണല്ലോ ശുദ്ധിയാവുക എന്നുള്ളത്. ഉം. അതായത് ഒളു എടുക്കണം. ഉം. ചെറിയ ഉം. ശുദ്ധിന്ന് ശുദ്ധിയാവാൻ വേണ്ടി നമ്മൾ ഒളു എടുക്കലാണ്. ഓ. ഒളുവോടുകൂടിയാണ് നിസ്കരിക്കേണ്ടത്. ഉം. അപ്പൊ ഈ ഒളു പരിപൂർണമായി നമ്മൾ എടുത്ത് നിസ്കരിക്കാൻ നിൽക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നിസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കും. ഈ ഒളു എടുക്കാന്ന് പറയുന്നത് നമ്മൾ ഓടിച്ചെന്ന് പെട്ടെന്ന് കൈ കഴുകുക, മുഖം കഴുകി, മുട്ടുൾപ്പെടെ കഴുകുക, അങ്ങനെ വന്നതല്ല. നമ്മൾ ചെല്ലുക, ഒളുവിന്റെ പരിപൂർണമായ സുന്നത്തുകളോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ഒളു ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചെന്നു കൈ കഴുകി, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹി ജഅൽ മാ തഹൂറ എന്ന ദിക്ർ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചതാണ്. അതിങ്ങനെ ചെല്ലി രണ്ട് മുൻകൈയും കഴുകുക, വായിൽ വെള്ളം ഇതൊക്കെ നമ്മൾ പതുക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഉള്ളിലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഹൃദയം കൊണ്ട് ഇങ്ങനെ ചെല്ലുക. അപ്പൊ നമ്മൾ അവിടെ തൊട്ടേ ഇങ്ങനെ റബ്ബായിട്ട് ഒരു കണക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പടച്ചവനായിട്ട് കണക്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഇബാദത്തിൽ ആരാധനയിലൂടെ ഇങ്ങനെ വന്ന് നമ്മൾ നിസ്കാരത്തിലോട്ട് എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ എല്ലാം നമ്മൾ ചെയ്യണം. ആ ദിക്ർ ഇങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം ഹൃദയം കൊണ്ട്. അങ്ങനെ വായിൽ വെള്ളം കൊപ്പിടിക്കുമ്പോൾ വായ കൊണ്ട് നമുക്ക് ദിക്ർ ചെല്ലാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് പരിപൂർണ സുന്നത്തുകളോടുകൂടി ഒളു എടുത്ത് പിന്നെ ഒളുവിന്റെ ശേഷമുള്ള ദുആ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു, ആ ദുആ എന്ത് ചെയ്യുക, ചൊല്ലി വന്ന് ഒളു ചെയ്ത് വരിക. പിന്നെ ഒളുവിന്റെ 2 റക്അത്ത് സുന്നത്തും കൂടിയുണ്ട്, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതെല്ലാം നിസ്കരിച്ചു വന്ന് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിന്ന് നോക്കിയേ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ചിന്തകൾ റബ്ബിലേക്ക് മാത്രമായി തിരിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. പിന്നെ ഞാൻ ചെയ്യുന്ന ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും കഅബയുടെയും മദീനയുടെയും ആ ഒരു ഇതുണ്ടല്ലോ, അത് മനസ്സിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മള് അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ എല്ലാത്തിന്റെ അർത്ഥങ്ങൾ അറിയണമെന്നില്ലല്ലോ. അർത്ഥങ്ങൾ അറിയണമെന്നില്ല. അപ്പൊ നമ്മളിപ്പോ നിസ്കാരത്തിലോട്ട് വന്ന് ഞാൻ ഇപ്പൊ 4 റക്അത്ത് ളുഹർ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഫസ്റ്റ് അങ്ങോട്ടോ വന്നത് വജ്ജഹത്തു ഇതോട്ടോ വരുന്നത് വജ്ജഹത്തു വജിഹ ലില്ലദി. അപ്പോൾ ആ നമ്മളെ ചെല്ലുന്ന വാക്കുകൾ, അതായത് വജ്ജഹത്തു വജിഹ, നമുക്ക് അർത്ഥം അറിയില്ലെങ്കിലും ആ അറബി ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ കൊണ്ടുവരിക, ഓടിച്ചുകൊണ്ട് വരിക. നാവ് കൊണ്ട് ഇങ്ങനെ പറയുന്നതിനോടൊപ്പം വജ്ജഹത്തു വജിഹ ലില്ലദി ഫത്തറസ് സമ, അത് നമ്മുടെ ഹൃദയം കൂടി അതിനകത്ത് കണക്റ്റ് ആയിട്ട് ചെല്ലി വരുവാണെങ്കിൽ നമ്മുടെ മനസ്സിലോട്ട്. ഇത് നമ്മൾ നാവ് കൊണ്ട് ഇങ്ങനെ വജ്ജഹത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ഹൃദയം വേറെ എവിടെയോ കിടന്ന് കറങ്ങുമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അർത്ഥം ഇപ്പൊ നമുക്ക് അർത്ഥം പഠിക്കാനൊന്നും പാടില്ല, ചെറിയ ചെറിയ അർത്ഥങ്ങളാണ് അതിന് വരുന്നത് പഠിക്കാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയും നമുക്ക് അതിലോട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു വരുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് എന്തായിക്കോളും നിസ്കാരത്തിലോട്ട്. പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ ചിന്തകളൊന്നും വരുള്ളൂ. നമ്മൾ വരുമ്പോഴത്തേനും വജ്ജഹത്തുവിന്റെ അർത്ഥം നമുക്കറിയാം, ഫാത്തിഹയുടെ അർത്ഥം അറിയാം, പോകുന്ന സൂറത്തിന്റെ അർത്ഥം അറിയാം, ചെല്ലുന്ന ദിക്റുകളുടെ അർത്ഥം അറിയാം. അപ്പൊ അങ്ങനെ അർത്ഥങ്ങൾ അറിയുമ്പോഴത്തേനും നമ്മൾ അതിന്റെ ഒരു രസത്തിലോട്ട് മാറിക്കോളും. അങ്ങനെ ക്രമേണ മാറ്റം വരും. പിന്നെ അപ്പൊ ഈ കഅബയുടെയും മദീനയുടെയും ഇത് ഇല്ല, അത് നമ്മുടെ ഹൃദയത്തിലോട്ട് കൊണ്ടുവരാനത് നല്ലതല്ല, ഉചിതമല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിനെ അല്ലല്ലോ ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത് റബ്ബിനെ അല്ലേ. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ റബ്ബല്ലാത്ത മറ്റൊരു കാര്യത്തെ കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു അനീതിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. റബ്ബിനെ പടച്ചത് തന്നെയല്ലേ, റബ്ബിന്റെ അടയാളങ്ങളാണ്. പക്ഷെ നിസ്കാരത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വരയും കുറിയും ഒരുപാടുള്ള മുസല്ലയിൽ നിസ്കരിക്കുക എന്ന് പറയുന്ന കറാഹത്താന്ന് പറയുന്നത്. കറാഹത്താണ് വരയും കുറിയുള്ള മുസല്ലയിൽ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ചിലര് കണ്ടിട്ടില്ലേ വെള്ള തുണി വിരിച്ചിട്ട് മുസല്ലയിൽ നിസ്കരിക്കുന്നത്. എന്തുകൊണ്ടാ? ആ കറാഹത്ത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വരയും കുറിയും കാണുമ്പോൾ നമ്മളിങ്ങനെ മുസല്ലയിൽ വരയും കുറിയും ഒക്കെ കാണുമ്പോഴത്തേനും നമ്മള് അതിന്റെ ആ കളറിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഒരു പക്ഷെ ചിന്ത വരും. അപ്പൊ നമ്മൾ കാബയെ കുറിച്ച് ഓർമ്മ, കാബ കറുത്ത കില്ല കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ആ കറുത്ത കില്ലയെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മൈൻഡിലോട്ട് വരുമ്പോൾ നിസ്കാരത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഹൃദയം കൊണ്ടുണ്ടാവുന്നു. അങ്ങനെയുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയൊന്നും ഇല്ലാതെ
നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ളതായിട്ട് ഉം. മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. ഇൻഷാ ഞാൻ അല്ലാ. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഉം. അറിയാതെ ചെയ്തത് കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതല്ല. ഇൻഷാ അല്ലാ ഉം. അതിലുണ്ടാവൂല. ഓക്കെ. അപ്പൊ ഇനി അങ്ങോട്ട് അങ്ങനെ ഉം. ശ്രദ്ധിച്ചാൽ മതിയാവും. ഇൻഷാ അല്ലാ.